ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു മാസ്കാണ് തയ്ക്കാൻ പോകുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ 2 പീസായിട്ട് തുണി വെട്ടി വെച്ചിട്ടുണ്ട്. 2 പീസാണിത്. ഇതിനെ ഹാഫായിട്ട് മടക്കിയെടുക്കാം. അതിനെ ഒന്നും കൂടെ മടക്കിയെടുക്കാം. കറക്റ്റായിട്ട് മടക്കിയെടുക്കാം. ഒരു സൈഡിൽ 8 സെൻറ്റിമീറ്ററും മറ്റ് സൈഡിൽ 4 സെൻറ്റിമീറ്ററും അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിനെ ഏതെങ്കിലും ഒരു കർവ് ഷേപ്പുള്ള ഒരു പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് കർവ് ഷേപ്പിൽ ആ 2 സൈഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കർവ് വരയ്ക്കാൻ അറിയാവുന്നവർക്ക് കർവായിട്ടങ്ങ് വരച്ചെടുത്താലും മതി. എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനതിനെ പ്ലേറ്റ് വെച്ച് അടയാളപ്പെടുത്തി കൊടുത്തു. ഇങ്ങനൊരു ഷേപ്പിലാണ് നമുക്കിതിന് കിട്ടുന്നത്. ഈ തുണിയുടെ പുറമേ ചീത്ത വശവും അകമേ നല്ല വശമാണ് വെക്കേണ്ടത്. 2 സൈഡിലും കാണുന്ന ഭാഗത്ത് ചീത്ത വശവും വെക്കണം. ചീത്ത വശം എന്ന് വെച്ചാൽ ക്ലിയർ അല്ലാത്ത പ്രിൻ്റുള്ള വശം. അങ്ങനെ 2 സൈഡിലും വെക്കുക. അങ്ങനെ കാണുന്ന ഭാഗത്ത് ചീത്ത വശവും കാണാത്ത ഭാഗത്ത് നല്ല വശവും വെച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഈ 2 സൈഡാണ് നമുക്ക് അടിച്ചെടുക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ അടിച്ച ആ സൈഡ് 2ഉം അതിൻ്റെ സെൻറ്റർ പോർഷനായിട്ട് വെക്കുക. എന്നിട്ട് ഈ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ച് ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ ആ സ്പേസിൽ കൂടെയാണ് നമ്മൾ ഈ തുണി പുറത്തേക്ക് എടുക്കുന്നത്. ഈ അടിക്കാത്ത ഭാഗത്തു നിന്ന് നമുക്ക് തുണിയുടെ നല്ല വശം പുറത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് ഫുള്ളും ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ എലാസ്റ്റിക്കാണ് പിടിപ്പിക്കേണ്ടത്. അതിനായിട്ട് ഈ സൈഡ് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ചെവിയുടെ ഒരു നീളത്തിനനുസരിച്ചാണ് ഈ ഇലാസ്റ്റിക് എടുത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ നിങ്ങളുടെ ചെവിയുടെ നീളത്തിനനുസരിച്ച് വേണം ഇലാസ്റ്റിക് എടുക്കാനായിട്ട്. ഈ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇലാസ്റ്റിക് നമുക്ക് ഹോളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇത്ര ഈസിയാണ് ഈ മാസ്ക് തയ്ക്കാൻ. എല്ലാവരും ഇത് തയ്ച്ചു നോക്കണം. വളരെ ഈസിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.